അഹങ്കരിക്കരുത്, ആരും നിഗളിക്കരുത്. നാം ആകുന്ന ദൈവത്തിന്റെ കൃപയാലാണ് മറക്കുക. അടുത്ത സെക്കൻഡ് നമുക്കുള്ളതല്ല. ബൈബിൾ ഒരു വാക്യം ഞാൻ പല കൺവെൻഷനും പറയും. ആ വാക്യം എന്തെന്നറിയാമോ? ഹോവേ, ജീവനും കൃപയും നീ എനിക്ക് നൽകി, നിന്റെ കടാക്ഷം എന്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു. പാസ്റ്റർ ബി മോനച്ചൻ എന്ന ഞാൻ ഇവിടുന്ന് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ കാണാതെ ഒരു കരം എന്റെ ശ്വാസം അകത്തേക്ക് തള്ളുക. ഒരു തവണ ആ കരം എന്റെ ശ്വാസമൊക്കെ തള്ളിയില്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പിടഞ്ഞു വീഴും. 100 ഡോക്ടർമാർ ഇവിടെ ഉണ്ടെങ്കിലും അവർക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ല. അതേ സഹോദര, നിന്റെ ശ്വാസം, സഹോദരി നിന്റെ ശ്വാസം, നിന്റെ മടിയിരിക്കുന്ന കുഞ്ഞിന്റെ ശ്വാസം പരിപാലിക്കുന്ന ഒരു കരമുണ്ട്. സ്വർഗത്തിലെ അപ്പച്ചന്റെ കരമാ. നീ വാരി വിഴുങ്ങുന്ന ഗുളികയുടെ ശക്തിയോ, നീ പോകുന്ന ഡോക്ടറുടെ നൽപ്പോ, നിങ്ങളുടെ ഹോസ്പിറ്റലിന്റെ വലിപ്പമോ കൊണ്ടല്ല ഇവിടെ ഇരിക്കുന്നത്. ദൈവത്തിന്റെ കരുണയാണെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചോ. ഒരു ദിവസമെങ്കിലും ബലത്തോടിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ കരുണയാണെന്ന് മറക്കരുത്. സത്യത്തെ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഒക്കെ തുറക്കാൻ പേടിയാ, കണ്ടാ ഭയമാ. 18, 28, 30, 33 വയസ്സ് പ്രായമുള്ള ആരോഗ്യ ദീർഘാത്രരായ സൗന്ദര്യമുള്ള ചെറുപ്പക്കാർ ഓസ്ട്രേലിയയിൽ നിന്നും ന്യൂസിലാൻഡിൽ നിന്നും UK നോക്ക് കുഴഞ്ഞു വീണ് തീരുക. ഭാവി നന്മാക്കാൻ പോയതാ. ഒന്ന് കണ്ടുകൊണ്ട് അഹങ്കരിക്കരുത്. ഒരു സെക്കൻഡ് ഇവിടെ ഇരിക്കുന്ന തമ്പുരാന്റെ കരുണയാ, മറക്കരുത്. അതാ ഇപ്പൊ പാടിയേ, കിട്ടിയ വീടും നിലമ്പെള്ളും കണ്ടിടുമുട്ടോരുടയവരും കൂടുവിട്ട് ജീവൻ പോയാൽ കൂടെ വരാതെ വേർപെടും. നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം വന്നതല്ല, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കോണം. എനി ടൈം ഇവിടുന്ന് പോകും.